പെരേരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം യോഗം അംഗീകരിക്കാത്തതിനാലാണ് ബഹിഷ്കരണമെന്ന് നേതാക്കൾ അറിയിച്ചു. അതേസമയം CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് UDF നേതാക്കൾ ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ ഇറങ്ങിപ്പോകുകയായിരുന്നുവെന്ന് മന്ത്രി ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരളത്തിലെ പോലീസ് സംവിധാനം നിഷ്പക്ഷമായി ഇവിടെ ഒരു അന്വേഷണം നടത്തുകയില്ല. അവരിൽ വിശ്വാസമില്ല. അത് ബഹുമാനപ്പെട്ട പിണറായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നിടത്തോളം കാലം, മാർക്സിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഞങ്ങൾക്കതിൽ വിശ്വാസമില്ല. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി എന്ന രീതിയിൽ CBIയുടെ അന്വേഷണമല്ലാതെ അതിൽ ചുരുങ്ങി മറ്റൊന്നിനും ഞങ്ങൾക്കില്ല. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അദ്ദേഹം പറഞ്ഞു, എനിക്കത് പറയില്ല, മുഴുവൻ ചർച്ചകൾ കഴിഞ്ഞാലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കത് സാധ്യമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ യോഗവുമായി യോജിച്ച് പോകാൻ പറ്റില്ല, സഹകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് UDF എല്ലാവരും ഒറ്റക്കെട്ടായി യോഗം ബഹിഷ്കരിച്ചു. അവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചത് അതിനിപ്പോൾ തന്നെ മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോൾ സമാധാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്ന വിവിധ കക്ഷികളുടെ നേതാക്കളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം വിശദമായി ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകും എന്ന് പറയുമ്പോൾ അതിന് കാത്തിരിക്കാതെ അവർ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അവർ പോയതിന് ശേഷവും ഇവിടെ സമാധാന കമ്മിറ്റി യോഗം അംഗീകരിച്ച പ്രമേയത്തിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ പറഞ്ഞത്. കൊലയെ അപലപിക്കുന്നു. അതിനുശേഷമുണ്ടായ അതിക്രമങ്ങൾ, അത് തീവപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും പല വീടുകൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങളുമെല്ലാം അതും പ്രതിഷേധാർഹമായ നടപടിയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷബീർ ഉമറുണ്ട്. ഷബീർ, യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ CBI അന്വേഷണം വേണമെന്നൊരാവശ്യം UDF നേതാക്കൾ ഉന്നയിക്കുകയായിരുന്നു. UDF നേതാക്കൾ ബഹിഷ്കരിച്ചിട്ടും യോഗം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടോ? അഞ്ജിത, യോഗം അവസാനിച്ചിരിക്കുന്നു. യോഗത്തിന്റെ തുടക്കം മുതൽ തന്നെ UDF നേതാക്കളുടെ ആവശ്യം CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ്. എന്നാൽ മറ്റ് ചർച്ചകളിലേക്കൊന്നും UDF നേതാക്കൾ കടന്നില്ലെന്നാണ് മന്ത്രി നൽകിയ വിശദീകരണം. തുടക്കം മുതൽ തന്നെ CBI അന്വേഷണം ആവശ്യമാണെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. മറ്റ് അതിക്രമങ്ങളെ ഹർത്താൽ ദിനത്തിൽ, അതായത് ഈ കൊലപാതകം നടന്ന പിറ്റേ ദിവസം UDF പ്രഖ്യാപിച്ച ഹർത്താൽ ദിനത്തിൽ നടന്ന അതിക്രമങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ, അതിനെ അപലപിക്കാൻ UDF നേതാക്കൾ തയ്യാറായില്ലെന്നും ഈ ഹർത്താൽ ഈ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. യോഗം തുടങ്ങി അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് UDF നേതാക്കൾ യോഗം ബഹിഷ്കരിക്കുന്നതായും ഈ CBI അന്വേഷണം എന്ന ആവശ്യം മന്ത്രി ഉറപ്പു നൽകാതെ യാതൊരു തരത്തിലും സഹകരിക്കില്ലെന്നും സംസ്ഥാന സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം സമാധാന ശ്രമങ്ങളോട് സഹകരിക്കില്ലെന്നാണ് UDF നേതാക്കളുടെ നിലപാട്. UDFനെ പ്രതിനിധീകരിച്ച് മുൻ DCC പ്രസിഡന്റ് CK ശ്രീധരനും KP കുഞ്ഞിക്കണ്ണൻ, UDF ജില്ലാ കൺവീനർ MC കമറുദ്ദീൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്ത്